Like a Hellcat. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിസമാസ് ഫുഡ് ആൻഡ് ടിപ്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. നല്ല നെയ്മീൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നെയ്മീൻ കൊണ്ട് ഞാനൊരു ഫിഷ് മോളി ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അതും കൂടെ നിങ്ങൾ പോയൊന്ന് കാണണം. അപ്പം ഞാനിവിടെ ചട്ടിയിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ മലയാളികൾ ചട്ടിയിലാണ് സാധാരണ മീൻകറി വെക്കുന്നത്. അപ്പോൾ അതിനാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. നമ്മൾ സാധാരണ അലുമിനിയം പാത്രത്തിലും കുക്കറിലും ഒക്കെ വെക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ചട്ടിയിൽ വെക്കുന്നതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാലാണ് കൂടുതൽ കഴിക്കാൻ ഇഷ്ടവും. അപ്പം നമ്മളിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ 1 കിലോ നെയ്മീനാണ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പൂടൊന്ന് നേരത്തെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അതിൽ ഇച്ചിരിയേറെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില. അപ്പം നമുക്ക് വേണ്ടത് ഉലുവാപ്പൊടി വേണം, മുളക് പൊടി, കാശ്മീരി, ഇത് രണ്ടെണ്ണം ഞാൻ ഒന്നര വെച്ച് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം. അപ്പം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണം. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് വേണം. പിന്നെ നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഞാനെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലോട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. കുറച്ച് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് കടുക് വറുക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണെങ്കിൽ നല്ല കറിക്ക് നല്ല കൊഴുപ്പാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം നമുക്കിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചീനിച്ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനോ വല്ലതും വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കടുകും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചിയും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നല്ലതായിട്ടൊന്ന് മൂക്കാറായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരുപോലെ അത് ഫ്രൈ ആയിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്ന് ഫോളോ ചെയ്യണം. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നോക്കി നിങ്ങളും അത് ചെയ്യുകയാണെങ്കിൽ എനിക്കതിൻ്റെ ഫോട്ടോസ് അയച്ചു തരികയാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങളുടെ ഫോട്ടോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുമ്പോൾ നല്ല കളറാണ് കേട്ടോ. ഇനി ഇത് നല്ലതായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ പച്ചമണം ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച് മീൻകറി വെക്കുവാണെങ്കിൽ ആ മീൻകറിക്ക് അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കുറച്ചൊന്ന് അത് മസാലയൊന്ന് മൂത്ത് കിട്ടണം. അത് നല്ലതായിട്ടൊന്ന് മൂത്ത് കിട്ടി എന്നറിയുന്നത് നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒന്ന് തെളിഞ്ഞു വരും. അന്നേരമാണ് നമുക്കതിൻ്റെ ആ പാകം അറിയുന്നത്. ഇപ്പോൾ നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആ അരച്ച വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടെ, ഈ വെള്ളം നമുക്ക് പോരാ, കുറച്ച് ആ പുളിയും വെള്ളവും കൂടെ ഉൾപ്പെടെ രണ്ടും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം തന്നെ നല്ല കളറുണ്ട് കേട്ടോ. അപ്പം ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് നമ്മൾ ചേർക്കണം. ഇപ്പം ഞാൻ 1 സ്പൂണ് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നേരത്തെ ഞാൻ മീനെ ഉപ്പിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് കറക്റ്റായിരിക്കും എൻ്റെ ഉപ്പ് ഇപ്പം. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ തുണ്ടൻ മീനൊക്കെ വാങ്ങിച്ച് നമ്മൾ മീൻകറി വെക്കുമ്പോൾ ഈ പൊട്ടിപ്പോകുന്ന മീനൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടി ഈ പറഞ്ഞതിനോട് കുറച്ച് ഉപ്പിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുവാണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ഉറപ്പുള്ള മീനായിട്ട് നമുക്ക് കിട്ടും. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിൽ കഴുകി വെച്ചിരിക്കുന്ന മീന് കുറച്ച് വെളിച്ചെണ്ണ ചട്ടിയുടെ അടിയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മീൻ ഞാൻ ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അരപ്പിനെയും ഒരു 2 മിനിറ്റ് വിട്ടിട്ട് ഞാൻ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തിളയ്ക്കണം. ഇനി ഈ അരപ്പ് നമ്മൾ ആ ചട്ടിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ,
നല്ലതായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല പുളിയൊക്കെ ഉണ്ട് കേട്ടോ. പുളിയും കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കുമ്പോഴാണ് ആ മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പം നല്ലതായിട്ടൊന്ന് ചാറൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വെട്ടി തിളച്ച് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മീനൊക്കെ നന്നായിട്ട് വെന്ത് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നല്ലൊരു മീൻകറിയുടെ ആ മണമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ 1 ടീസ്പൂണ് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടി നല്ലതാണ് കേട്ടോ, ശരീരത്തിനും വളരെ നല്ലതാണ് ഉലുവാപ്പൊടി. അപ്പം എല്ലാ മീൻകറിക്കും നമുക്ക് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏത് മീൻകറി വെച്ചാലും ഉലുവാപ്പൊടി ചേർക്കാവുന്നതാണേ. അപ്പം നന്നായിട്ട് ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ആക്കണം കേട്ടോ, ഒന്ന് കറക്കി കൊടുത്താലും മതി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം. അപ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ല മീൻകറിയുടെ ആ ഒരു ടേസ്റ്റും നല്ല നാടൻ മീൻകറിയുടെ മണവും ഒക്കെ വരുന്നത്. അപ്പം നല്ല 2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഞാൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ചേർക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. 1 സ്പൂൺ ഒഴിച്ചു. ഇനി ഒരു അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ലതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ചുറ്റിച്ചെടുക്കാമേ. അപ്പം നല്ലതായിട്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല വെളിച്ചെണ്ണയൊക്കെ നല്ല ആവശ്യത്തിനുണ്ട്. ഇപ്പം ഒരുപാടങ്ങ് ഒഴിക്കണ്ട, ഇത്രയും മതി. 1 കിലോയ്ക്കുള്ള പാകത്തിനുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ ഒരു കളർഫുള്ളിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില, നല്ല നാടൻ കറിവേപ്പിലയാണ് കേട്ടോ. കറിവേപ്പില നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, മുടിക്കും കണ്ണിനും ഒക്കെ വളരെ നല്ലതാണ്. അതും കൂടി നല്ലതായിട്ട് കുറച്ച് ഞാൻ ആ തണ്ടോടുകൂടി കഴുകി അതിൻ്റെ മുകളിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. തുണി കൊണ്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ ഒത്തിരി ഇളക്കരുത്. ഇളക്കി കഴിഞ്ഞാൽ അത് ചൂടോടുകൂടി നമ്മൾ ഇളക്കരുത്. കുറച്ച് തണുത്ത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് കേട്ടോ. ആ ചട്ടിയുടെ ചൂട് കൊണ്ട് ഇപ്പോഴും ആ തിളപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ്. ആ പുളിയുടെയൊക്കെ മണം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം കണ്ടില്ലയോ, നല്ല ചുമന്നിരിക്കുന്ന മീൻകറി. അപ്പം നല്ല ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെയും ഏതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ചക്കയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി മീൻകറിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നെയ്മീൻ കൊണ്ട് നല്ല ചുമന്ന കളറിലുള്ള മീൻകറി നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ സൂപ്പറാണ് കേട്ടോ. അപ്പം ഇത് തണുത്ത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ നമ്മൾ മീൻകറി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കണം. അന്നേരമാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് ഉപ്പും പുളിയൊക്കെ മീനിലൊന്ന് പിടിക്കുന്നത്. ഇപ്പം കണ്ടില്ലയോ, നല്ലതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് 1 പീസ് മീൻ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം നല്ലതായിട്ട് ഉപ്പും മീനും ഒക്കെ പിടിക്കും. ഞാനിപ്പോൾ എടുക്കത്തില്ല. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ വൈകുന്നേരത്തേനെ എടുക്കത്തുള്ളൂ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിനായിട്ട് പ്രത്യേകം താങ്ക്സ് ഉണ്ട്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. എൻ്റെ അടുത്ത വീഡിയോ വെനസ്ഡേയിലേക്ക് വരുന്നുണ്ട്. ഒരു അടിപൊളി പെപ്പർ ബീഫ് റോസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, കാണണം. നല്ല സൂപ്പർ ഒരു റെസിപ്പിയാണത്. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണതും. ഞാനെല്ലാം കൂടുതലും ഈസി ആയിട്ടുള്ള റെസിപ്പീസാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് തരുന്നത്. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പീസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ആ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ. തൊട്ടടുത്തുള്ള ഒരു കൊച്ചു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓൾ ഓപ്ഷൻ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. താങ്ക്